തന്റെ കൈവശമുള്ള ആനക്കൊമ്പിന്റെ വിവരങ്ങൾ വനം വകുപ്പിന് കൈമാറി നടൻ മോഹൻലാൽ. വനം വകുപ്പ് പ്രഖ്യാപിച്ച ഒറ്റത്തവണ ഡിക്ലറേഷൻ നടപടിയുടെ ഭാഗമായാണിത്. മോഹൻലാലിന്റെ വീട്ടിലെത്തി വനം വകുപ്പ് വിവരങ്ങൾ ശേഖരിച്ചു. എസ് രാഗിൻ വിവരങ്ങളുമായി നമുക്കൊപ്പം കൊച്ചിയിൽ ചേരുന്നുണ്ട്. രാഗിൻ, ആദ്യം ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് നടപടികളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതിൽ തൃപ്തി ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എന്താണ് മോഹൻലാൽ ഈ വിഷയത്തിൽ എടുക്കുന്ന തീരുമാനം? ആര്യ, ഏറെ നാളായുള്ളതാണ് ഈ ആനക്കൊമ്പ് കേസ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ ഇതിൽ ആണ് ഇപ്പോൾ മോഹൻലാൽ തൻ്റെ കൈവശമുള്ള 2 ജോഡി ആനക്കൊമ്പുകളുടെയും അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ആനക്കൊമ്പിൽ തീർത്ത 13 കരകൗശല വസ്തുക്കളുടെയും ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ വനം വകുപ്പിന് ഇപ്പോൾ കൈമാറിയിരിക്കുന്നത് അതൊരു നടപടികളുടെ ഭാഗമാണ്. നേരത്തെ ഹൈക്കോടതിയുടെ അടക്കം ഇടപെടലിൽ ഒരു ഒറ്റത്തവണ ഡിക്ലറേഷൻ പദ്ധതി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു സൗകര്യം വനം വകുപ്പ് നോട്ടിഫിക്കേഷനിലൂടെ പ്രഖ്യാപിച്ചിരുന്നു. അത് പ്രകാരം മോഹൻലാൽ അപേക്ഷയും നൽകിയിരുന്നു. തൻ്റെ കൈവശമുള്ള ഈ വസ്തുക്കളുടെ വിശദാംശങ്ങൾ മോഹൻലാലിന് മാത്രമല്ല ഇത്തരത്തിൽ മുൻപ് ഇതുമായി ബന്ധപ്പെട്ട നേരത്തെ കൈവശം ഉണ്ടായിരുന്നവർക്ക് ഡിക്ലെയർ ചെയ്യാമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള നോട്ടിഫിക്കേഷനാണ്. അതിൻ്റെ ഭാഗമായിട്ട് അപേക്ഷ കൊടുക്കുകയും ചെയ്തിരുന്നു. ഈ അപേക്ഷ നൽകിയ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നടപടികളുടെ ഭാഗമായിട്ടാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ മോഹൻലാലിൻ്റെ വീട്ടിലെത്തി ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ശേഖരിച്ചത്. മോഹൻലാൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ ഈ വിശദാംശങ്ങൾ പ്രത്യേകിച്ചും ഈ ആനക്കൊമ്പ് കൈവശം വന്നത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ വനം വകുപ്പിന് കൈമാറിയിട്ടുണ്ട്. അതൊരു ഇൻവെന്ററി റിപ്പോർട്ട് എന്നാണ് വ്യക്തമാക്കുന്നത് വനം വകുപ്പ്. ആ റിപ്പോർട്ട് ഇനി മുകളിലേക്ക് അയക്കും. അതിന്റെ ഭാഗമായിട്ടുള്ള തുടർ നടപടികളും ഒക്കെ ഉണ്ടാകും. ഇതിന്റെ ഒരു സംഭവം എന്ന് പറയുന്നത് മുൻപ് ആദായ നികുതി വകുപ്പ് പരിശോധനയിൽ അത്തരത്തിൽ മോഹൻലാലിന്റെ വീട്ടിൽ നിന്ന് ആനക്കൊമ്പ് കാണുകയായിരുന്നു. തുടർന്ന് വനം വകുപ്പിനെ വിവരം അറിയിച്ചു. അങ്ങനെ വനം വകുപ്പ് ഇത് കസ്റ്റഡിയിലെടുത്തു. അതിനുശേഷം ഇതിന് ഉടമസ്ഥാവകാശം ഉണ്ടായിരുന്നില്ല എന്ന് കണ്ടെത്തി. പിന്നീട് അതിന് ഉടമസ്ഥാവകാശം ലാലിന് കിട്ടുകയും ചെയ്തു. പക്ഷേ ആ ഉടമസ്ഥാവകാശം ഹൈക്കോടതി റദ്ദാക്കി. കാരണം നടപടിക്രമങ്ങൾ പാലിച്ചല്ല ഈ ഉടമസ്ഥാവകാശം നൽകിയത് എന്നതായിരുന്നു അന്ന് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. തുടർന്നാണ് കോടതിയുടെ കൂടി ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഇത് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾക്കോ തങ്ങളുടെ കൈവശമുള്ള വന്യജീവി ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് ആർട്ടിക്കിൾസ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സെൽഫ് ഡിക്ലെയർ ചെയ്യാമെന്നും അതോടൊപ്പം തന്നെ അതിൽ നിന്ന് നിയമ നടപടികളിൽ നിന്ന് പരിരക്ഷ നേടാമെന്നും ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള നോട്ടിഫിക്കേഷനാണ്. ആ നോട്ടിഫിക്കേഷനാണ് വനംവകുപ്പ് മുൻപ് പുറത്തിറക്കിയിരുന്നത്. അത് പ്രകാരമാണ് മോഹൻലാൽ ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷ നൽകിയത്. ആ അപേക്ഷയിലാണ് നടപടി. ഇനിയിപ്പോൾ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ നേതൃത്വത്തിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ പരിശോധിക്കും. അതിനുശേഷമായിരിക്കും ഈ ഉടമസ്ഥാവകാശം സംബന്ധിച്ചുള്ള കാര്യത്തിൽ പിന്നീട് തീരുമാനമുണ്ടാകുക. എന്തായാലും ആ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് മോഹൻലാലിന്റെ വീട്ടിലെത്തി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും മറ്റു കാര്യങ്ങളും ശേഖരിച്ചത്. മോഹൻലാൽ അത് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ശരി രാഗി.